ആ സാറേ നമസ്കാരം. ആ നമുക്ക് അതിരിക്കാം. വേണ്ട, നമുക്ക് പുറത്തിരിക്കാം. അല്ല അതിരിക്കാതെ. അതെയോ? ഇരിക്കും സാർ. നമുക്ക് പുതിയ വീടൊക്കെ മേടിച്ചിട്ട് അസോട്ടി, ഇതാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ബാങ്കിന്റെ PRO. നമുക്ക് ഇന്നലെ നിങ്ങൾ 10,000 രൂപ പെട്ടെന്ന് അടച്ചുകൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും പെട്ടെന്ന്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്തു. നമുക്ക് ഇനി ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളെ കുറച്ച് ഫില്ലപ്പ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളോട് അറിയണം ഫില്ല്. ഓക്കെ, പേര് വാസു. പേര് വാസുട്ടി. ഇൻഷ്യൽ എന്താണ്? ഇൻഷ്യൽ എന്താണ്? ഇനീഷ്യല് വട്ടപ്പറമ്പ്. അയ്യല്ല, സി സി ചെല്ലപ്പൻ. അത് ശരിയാണല്ലേ? ഉറപ്പുണ്ടോ? അപ്പൊ കൺഫേം ചെയ്തോ? സി എന്നല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ്, ID കാർഡ്? ആധാറുണ്ട്. പക്ഷെ വേറെ കുഴപ്പമുണ്ട് സാറേ. അതിലാ വാസൂട്ടി എന്നുള്ളതിൽ വി ലേശം തെളിച്ചം കമ്മിയുണ്ട്. ആ സൂട്ടിന്ന് ഇപ്പൊ കിട്ടുന്നുള്ളൂ ശരിക്കും വായിക്കാൻ. പേരിലൊന്നും കാര്യമില്ല, നമ്പർ ഉണ്ടല്ലോ. നമ്പറുണ്ട്. അത് മതി. പിന്നെ വോട്ടർ ID അത് വേണ്ടല്ലോ. അത് പിന്നെ ഫോട്ടോ ഒരു തെളിച്ചില്ല അല്ലേ? അല്ല, നിങ്ങളല്ലേ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോൺ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അജിത്തെ, ഇത് മുഴുവൻ ചോദിച്ച് എഴുതി എടുത്തു കഴിഞ്ഞിട്ട് അവസാനം സിബിൽ ഉണ്ടെന്ന് പറയൂ. അല്ല, ഈ ബാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. സിവിലിന്റെ പ്രശ്നം അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. അത് നിങ്ങൾ നോക്കണ്ട, അത് കാര്യം നോക്കണ്ട. മല്ലികേ, സുന്ദരനായിട്ടുണ്ടല്ലോ. നമ്പർ എഴുതണം. സാറേ 12 നമുക്ക് വേണ്ടത്. 12 ആണല്ലേ? അല്ല 12 ആണ് കേട്ടോ സാറേ. 12 ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 റെഡിയാക്കാം. UHBC ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പക്കയാ, നമുക്ക് പേടിക്കണ്ട. ഇത് പിടിക്കും. ഇനി അടുത്തത് ജാമ്യം. എന്താ ജാമ്യം വയ്ക്കുന്നത്? വീടാണോ, വസ്തുവാണോ, ജോലിയാണോ, എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല സാറേ. ഞാൻ പണിക്ക് കൊണ്ടുപോകണ ലേശം ഉളിയും പിന്നെ ഒരു കൊട്ടുപടി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, കാർപ്പന്ററാണ് പുള്ളി. കാർപ്പന്റർ കോൺട്രാക്ടറാണ്. അത് കുഴപ്പമില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, സ്വന്തം ജാമ്യം ചെയ്യാം. സ്വന്തം ജാമ്യം നിങ്ങൾ തന്നെ? ഞാൻ തന്നെ ജാമ്യം ചെയ്യാൻ കുഴപ്പമില്ല. അത് മതി എന്നാലും.